കൂടൽമാണിക്യം പഴയ ട്രഷറി കെട്ടിടത്തിലെ കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിച്ച റൂമിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി. വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്ന വിശ്വാസ സഹസ്രങ്ങൾ. മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഭക്തി ലഹരിയുടെ ചെമ്പട്ടണിഞ്ഞ് ശ്രീകുരുമ്പക്കാവ്. രൗദ്രഭാവങ്ങളുമായി ഉറഞ്ഞെത്തിയ കോമരങ്ങൾ കാവുതീർന്നു. വാർത്തകൾ വിശദമായി. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം കച്ചേരി വളപ്പിൽ പഴയ ട്രഷറി കെട്ടിടത്തോടനുബന്ധിച്ചുള്ള കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിച്ച റൂമിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. മുറിയിലുണ്ടായിരുന്ന രേഖകളും അനുബന്ധ സാധനങ്ങളും നഷ്ടപ്പെട്ടതായി മജിസ്ട്രേറ്റ് ജെ.ബി. കുര്യാക്കോസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ്, ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മുറിയുടെ താഴെ പൊളിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ പൂട്ട് പൊളിച്ചുവെന്നും തൊണ്ടി മുതൽ കവർന്നുവെന്നും പറയുന്നത് ശരിയല്ല എന്നും എല്ലാ രേഖകളും ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ ദേവസ്വം ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നും ദേവസ്വം ചെയർമാൻ പ്രദീപ് മേനോൻ പറഞ്ഞു. തൊണ്ടിമുറി ഉൾപ്പെടുന്ന താലൂക്ക് റെക്കോർഡ് കെട്ടിടം 8 മാസങ്ങൾക്ക് മുമ്പ് തഹസിൽദാർ ദേവസ്വത്തിന് കൈമാറിയതാണ്. തുടർന്ന് കെട്ടിടം പൊളിക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കി. പരസ്യം നൽകിയാണ് ലേല നടപടികൾ സ്വീകരിച്ചിട്ടുള്ളത്. കോടതിയുടെ ഭാഗത്തുനിന്നും ആരും ഇതുവരെ താലൂക്ക് റെക്കോർഡ് കെട്ടിടത്തിൽ തൊണ്ടിമുറിയുടെ വിഷയം രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നും ചെയർമാൻ പറഞ്ഞു. അതേസമയം മജിസ്ട്രേറ്റിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ മോഷണക്കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ടെന്ന് ഇരിങ്ങാലക്കുട CI നിസാം അറിയിച്ചു. വലിയ നോമ്പിനോടനുബന്ധിച്ച് അതിരൂപതയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പാലയൂർ തീർത്ഥാടനത്തിൽ വിശ്വാസ സമൂഹം അണിചേർന്നു. തൃശൂർ ലൂർദ് കത്തീഡ്രലിൽ നിന്നും ആരംഭിച്ച തീർത്ഥാടന പദയാത്ര ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു. കടുത്ത വേനൽ ചൂടിനെ തുടർന്ന് പദയാത്രയുടെ സമയക്രമത്തിൽ ഇത്തവണ മാറ്റം വരുത്തിയിരുന്നു. 2 ഘട്ടങ്ങളിലായിട്ടാണ് പാലയൂർ തീർത്ഥാടനം സംഘടിപ്പിച്ചത്. ആദ്യഘട്ടത്തിലെ തീർത്ഥയാത്രയെ റെക്ടർ ഫാദർ വർഗീസ് കരിപ്പേരി, ഫാദർ സിൻഡോ പൊന്തേക്കൻ, ജോയ് ചിറമൽ, CG ജെയ്സൺ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് ദിവ്യബലി നടന്നു. 2ാംഘട്ട പദയാത്ര പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം പാലയൂരിൽ എത്തിച്ചേർന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. മതങ്ങളെ സ്വാഗതം ചെയ്ത മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ് പറഞ്ഞു. 22ാമത് പാലയൂർ മഹാതീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇത്തരത്തിൽ മറ്റൊരു രാജ്യം ലോകത്തില്ല. തീർത്ഥാടനം ഒരർത്ഥത്തിൽ സത്യപ്രതിജ്ഞയാണ്. തീർത്ഥാടനത്തിലൂടെ നാം ഏറ്റുപറയുന്നത് ജീവിക്കുന്ന വിശ്വാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷനായിരുന്നു. ഇന്ത്യയിൽ ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തൂങ്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത പാസ്റ്ററൽ കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ മേരി റെജീന വിശ്വാസ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മാർ ജോസഫ് പാസ്റ്റർ നീലങ്കാവിൽ തിരുശേഷിപ്പ് ആശീർവാദം നടത്തി. സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, വികാരി ജനറൽമാരായ ജോസ് വല്ലൂരാൻ, തോമസ് കാക്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു. പാലയൂർ തീർത്ഥാടന പദയാത്രയ്ക്ക് പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ സ്വീകരണം നൽകി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരൻ, ഫാദർ സിജോ പുളിക്കൻ, ഫാദർ നോബിൾ പെട്ടയിൽ, മാനേജിംഗ് ട്രസ്റ്റി വിഒ ജെയിംസ്, ഡോക്ടർ ആൻഡോ ലിജോ എന്നിവർ ചേർന്ന് മുഖ്യ പദയാത്രയെ സ്വീകരിച്ചു. പദയാത്രയിൽ പങ്കുചേർന്ന് പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേർന്നവർക്ക് പാരിഷ് ഹാളിൽ ഭക്ഷണം ഒരുക്കിയിരുന്നു. തുടർന്ന് പേപ്പൽ പതാക വഹിച്ച തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ജോസഫ് പൂവത്തൂക്കാരന്റെ നേതൃത്വത്തിലാണ് പദയാത്ര പാലയൂരിലേക്ക് പ്രയാണം നടത്തിയത്. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ തീർത്ഥാടനത്തിന്റെ ഭാഗമായി കണ്ടശാങ്കടവ് സെന്റ് മേരീസ് ഫെറോന പള്ളിയിൽ നിന്നും ആരംഭിച്ച പദയാത്ര ഫെറോന വികാരി ഫാദർ വിൽസൺ പിടിയത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കാരമുക്ക്, വടക്കേ കാരമുക്ക്, വാടാനപ്പള്ളി, ഏങ്ങണ്ടിയൂർ, ഒരുമനയൂർ എന്നീ ഇടവകകളിലെ പദയാത്രകളും അണിനിരന്നു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഷെൽട്ടൻ ചിറ്റിലപ്പള്ളി, VK വിൽസൺ, TT ടോണി, നിജോ PJ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആയിരങ്ങൾ അശ്വതി കാവുതീണ്ടി. അരമണിക്കിലേക്ക് ഉറഞ്ഞുതുള്ളുന്ന ചെഞ്ചേലയൊടുത്ത കുരുമ്പക്കാവിൽ ആയിരങ്ങളാണ് അശ്വതി കാവുതീണ്ടാനെത്തിയത്. ഭക്തിയുടെ നിറം ചോര ചുവപ്പാണെന്ന് വീണ്ടും വീണ്ടും പള്ളിവാളാൽ എഴുതി ചേർത്ത അശ്വതി നാളിൽ കുരുമ്പക്കാവ് വീണ്ടും യുദ്ധക്കളമായി. മനസ്സിലെ മുറിവുണക്കുന്ന വിശ്വാസം കണക്കെ തിരുനെറ്റിയിലെ ചുടുചോരയിൽ അനുഗ്രഹമായി വന്നു ചൊരിയുന്ന മഞ്ഞൾപ്പൊടിയുടെ ഗന്ധം
കലിയുടെ മൂർധന്യത്തിൽ സ്വയം സമർപ്പിച്ച് അമ്മയുടെ മടിത്തട്ടിൽ കോമരങ്ങൾ അഭയം തേടി. കോട്ടയിൽ കോവിലകത്തു നിന്നും വലിയ തമ്പുരാൻ രാമവർമ്മ രാജ പല്ലക്കിൽ എഴുന്നള്ളിയതോടെ കാവുതീണ്ടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. മുഴുവൻ പതിവ് പൂജാകർമ്മങ്ങളും പൂർത്തിയാക്കി ശാന്തിമാർ ശ്രീകോവിലൊഴിഞ്ഞതോടെ വലിയ തമ്പുരാന്റെ അനുമതിയോടെ അടികൾമാർ തൃച്ചന്ദനച്ചാർത്ത് പൂജ തുടങ്ങി. കുന്നത്തുമഠം, നീലത്തുമഠം, മീത്തിൽമഠം എന്നീ 3 കുടുംബങ്ങളിലെ പ്രതിനിധികൾ ചേർന്നാണ് ശാക്തേയ വിധിപ്രകാരമുള്ള പൂജ നിർവഹിച്ചത്. ദാരിക നിഗ്രഹത്തിനിടയിൽ മുറിവേറ്റ ദേവിക്ക് വൈദ്യനായ പാലക്കവേലന്റെ വിധിപ്രകാരം നടത്തുന്ന ചികിത്സയാണ് തൃച്ചന്ദനച്ചാർത്ത് എന്നാണ് വിശ്വാസം. 7.5 നാഴിക നീണ്ടുനിന്ന പൂജയിൽ കരിക്കിൻ നീരും മഞ്ഞൾപ്പൊടിയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം കടുകിട തെറ്റാതെ കർമ്മങ്ങളിലൂടെ ദേവിക്ക് ചാർത്തിയതോടെ തൃച്ചന്ദനച്ചാർത്ത് പൂർത്തിയായി. ഇതോടെ വലിയ തമ്പുരാൻ നിലപാട് തറയിൽ ഉപവിഷ്ടനായി. ഈ സമയം ക്ഷേത്രാങ്കണത്തിലെ അവകാശത്തറകളിൽ ആയിരങ്ങൾ അടക്കിപ്പിടിച്ച ആവേശവുമായി കാത്തുനിൽപ്പായിരുന്നു. വലിയ തമ്പുരാന്റെ അനുമതി അറിയിച്ചുകൊണ്ട് കോയ്മ പട്ടുകുടയുയർത്തി പാലക്കവേലൻ ദേവിദാസൻ ആദ്യം കാവു തീണ്ടി. നിമിഷാർദ്ധത്തിന്റെ വ്യത്യാസത്തിൽ ആയിരങ്ങൾ അണപൊട്ടിയ കണക്കെ കുരുമ്പക്കാവിലെ വലം വെച്ചു. 3 വട്ടം പ്രദക്ഷിണം പൂർത്തിയാക്കിയ ശേഷം തമ്പുരാനെ വണങ്ങി ഭക്തർ മടക്കയാത്ര ആരംഭിച്ചു. ഭരണിനാളായ തിങ്കളാഴ്ച ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ നെറ്റിപ്പട്ടം വിരിച്ച് കിണ്ടിയും കണ്ണാടിയും വെച്ച് ദേവിയെ സങ്കല്പിച്ചിരുത്തും. തുടർന്ന് വടക്കേ നടയിൽ കുമ്പളങ്ങ ബലിയർപ്പിച്ച് വെന്നിക്കൊടി നാട്ടുന്നതോടെ ഭരണിയാഘോഷം സമാപിക്കും. TCV കൊടുങ്ങല്ലൂർ. മുല്ലശ്ശേരി പാടൂരിൽ വീടിന് തീപിടിച്ചു. നമ്പിയത്ത് ബാലകൃഷ്ണന്റെ വീടിനാണ് തീപിടിച്ചത്. വീട്ടിൽ വൈദ്യുതി പോയിരുന്നതിനാൽ വീടിന്റെ പുറകുവശത്ത് മെഴുകുതിരി കത്തിച്ചു വെച്ചിരുന്നു. ഇതിൽ നിന്നാണ് തീ പടർന്നത് എന്ന് സംശയിക്കുന്നു. ബാലകൃഷ്ണന്റെ മകനും ഭാര്യയും അമ്മയും കുഞ്ഞുമാണ് വീട്ടിൽ അപകട സമയത്ത് ഉണ്ടായിരുന്നത്. പുറകിൽ നിന്ന് തീയും ശബ്ദവും ഉയർന്നതിനെ തുടർന്നാണ് വീട്ടുകാർ വിവരം അറിയുന്നത്. തീപിടുത്തത്തെ തുടർന്ന് വീടിന്റെ പുറകുവശം കത്തിനശിച്ചു. തീ അണയ്ക്കുന്ന പരിശ്രമത്തിനിടയിൽ മകൻ രാജീവിന്റെ കാലിന് സാരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. നന്ദിപുലത്ത് കാർ കുഴിയിലേക്ക് മറിഞ്ഞു. വരന്തരപ്പള്ളി നന്ദിപുലത്ത് ബൈക്കിലിടിച്ച് നിയന്ത്രണം വിട്ട കാർ കുഴിയിലേക്ക് മറിഞ്ഞു. നന്ദിപുലം സെൻട്രൽ കെട്ടിട നിർമ്മാണത്തിന് അസ്ഥിവാരം കോരിയ 6 അടിയോളം താഴ്ചയുള്ള കുഴിയിലേക്കാണ് കാർ മറിഞ്ഞത്. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബൈക്ക് അശ്രദ്ധമായി തിരിച്ചതാണ് അപകടത്തിന് കാരണമായത്. എരുമപ്പെട്ടി നെല്ലുവായിൽ മിനി ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് ബൈക്ക് യാത്രക്കാരായ യുവാക്കൾക്ക് പരിക്കേറ്റു. മങ്ങാട് ചിറ്റണ്ട സ്വദേശികളായ നെല്ലിക്കപ്പറമ്പിൽ ഷാജി, പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ബസിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോൾ തടി കയറ്റി പോകുകയായിരുന്ന മിനി ലോറിയിൽ ബൈക്ക് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സാരമായി പരിക്കേറ്റ യുവാക്കളെ എരുമപ്പെട്ടി ആക്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടം നായർ സമാജത്തിന്റെ സേവനമിത്ര പുരസ്കാരം സാമൂഹ്യ പ്രവർത്തകനും നാടക കലാകാരനുമായ ചന്ദ്രൻ ചങ്കത്തിന് സമ്മാനിച്ചു. തിരുവെങ്കിടം കൊടയിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ സംഗീത സംവിധായകൻ വിദ്യാധരൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷനായിരുന്നു. വിഷു കൈനീട്ട വിതരണം നഗരസഭാ കൌൺസിലർമാരായ ശൈലജ ദേവൻ, ശ്രീദേവി ബാലൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. മുല്ലശ്ശേരി പാടൂരിൽ യുവാവിന് സൂര്യതാപമേറ്റു. പാടൂർ പുളിക്കക്കടവ് പാലത്തിന് സമീപം താമസിക്കുന്ന പുളിക്കൻ വീട്ടിൽ അനസിനാണ് സൂര്യതാപമേറ്റത്. കണ്ണിന്റെ തടങ്ങളിലും കഴുത്തിന് പിൻഭാഗത്തും കൈയിലുമാണ് സൂര്യതാപമേറ്റത്. തുടർന്ന് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടുകയായിരുന്നു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വേലൂരിലെ നാടകരാവുകൾക്ക് തിരിതെളിഞ്ഞു. 5 ദിവസം നീണ്ടുനിൽക്കുന്ന നാടകോത്സവത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ നിർവഹിച്ചു. സമൂഹത്തിൽ വളർന്നുവരുന്ന ഹിംസയെ പ്രതിരോധിക്കാൻ കലാസാംസ്കാരിക പ്രവർത്തകർ പരിശ്രമിക്കണമെന്നും നാടകരംഗം പ്രതിസന്ധികളെ തരണം ചെയ്ത രൂപഭാവങ്ങളിൽ നവീകരിക്കപ്പെട്ട് സമകാലിക വിഷയങ്ങൾ അവതരിപ്പിച്ച് ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ VK വിജയൻ അധ്യക്ഷനായിരുന്നു. MR സതീശൻ, PK ഹരികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കോഴിക്കോട് ജനം നാടകവേദിയുടെ ചക്കരപ്പന്തൽ നാടകം അരങ്ങേറി. തിങ്കളാഴ്ച തൃശൂർ നാടക സൗഹൃദം അവതരിപ്പിക്കുന്ന ഞാൻ കള്ളൻ, ഇരുതല മൂർഖൻ, വിപ്ലവം നമ്പീശൻ എന്നീ നാടകങ്ങൾ അരങ്ങേറും. ചൊവ്വാഴ്ച തൃശൂർ രംഗചേതനയുടെ ചക്കരപ്പാവ
വട്ടേനാട് കളിക്കൂട്ടത്തിന്റെ മീൻകൊട്ടയിലെ സുബർക്കം, ബുധനാഴ്ച തിരുവനന്തപുരം കനൽ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന വീണ്ടും ഭഗവാന്റെ മരണം എന്ന നാടകം അരങ്ങേറും. ദിവസവും വൈകിട്ട് 7-ന് വേലൂർ സ്കൂൾ ഗ്രൗണ്ടിലാണ് നാടകം അരങ്ങേറുന്നത്. വേലൂർ ഗ്രാമകം നാടകോത്സവ വേദിയിലെ ആദ്യ നാടകം ചക്കരപ്പന്തൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് ഒറ്റയാൾ നാടകം അരങ്ങേറിയത്. സാധാരണക്കാരന്റെ ജീവിതത്തെ നാടൻ ഭാഷയിൽ ഹൃദ്യമായും സരസമായും അനുഭവിപ്പിക്കുകയാണ് ചക്കരപ്പന്തൽ. അപ്പുണ്ണി ശശി എന്ന അതുല്യ പ്രതിഭയാണ് നാടകം അവതരിപ്പിച്ചത്. സമൂഹത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ജീവിതത്തെ 4 കഥാപാത്രങ്ങളിലൂടെ ലളിതമായി അവതരിപ്പിക്കുകയാണ് അപ്പുണ്ണി ശശി. മെരുങ്ങാത്ത ഒരു പശുവിന്റെ കയറിൽ പിടിച്ചു വലിച്ച് ക്ഷീണിതയായി എത്തുന്ന മാളുവമ്മയിൽ തുടങ്ങുന്നു ശശിയുടെ പകർനാട്ടം. നേരിയ ചമയങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണ്ണുകളിലൂടെയും മുഖഭാവങ്ങളിലൂടെയും ശരീരഭാഷയിലൂടെയുമാണ് മാളുവമ്മ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പ്രായമേറിയ ദാരിദ്ര്യത്തിലാഴുന്ന കണ്ണുകൾ ചിലപ്പോഴൊക്കെ നിറഞ്ഞത് പ്രേക്ഷക ഹൃദയത്തിലും നനവ് വീഴ്ത്തി. നിമിഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ചക്കരയുടെ പരുക്കനായ ആങ്ങളയായി അപ്പുണ്ണി ശശി ഒറ്റക്കണ്ണന്റെ ക്രൗര്യവുമായി മുന്നിലെത്തപ്പെട്ടത്. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന പ്രായമേറിയ സ്ത്രീയിൽ നിന്നും ഉറച്ച കാൽവയ്പുകളുമായി എത്തുന്ന ആരോഗ്യവാനായ ചെറുപ്പക്കാരനിലേക്കുള്ള വേഷപ്പകർച്ച അപ്പുണ്ണി ശശിയുടെ അഭിനയ പാടവം വിളിച്ചോതുന്നതായിരുന്നു. വിവാഹപ്രായം കഴിഞ്ഞ ചക്കര എന്ന യുവതിയാണ് കഥയുടെ കേന്ദ്രബിന്ദു. സ്ത്രീ സഹജമായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ദുഃഖങ്ങളും എല്ലാമായി മുൻപിലെത്തുമ്പോൾ അഭിനേതാവ് ഒരു പുരുഷനാണ് എന്ന കാര്യം വിസ്മരിക്കപ്പെടുന്നു. ചക്കരയുടെ കണ്ണുകളിൽ വഴിയുന്ന നാണവും നിറയുന്ന ദുഃഖവും വിടരുന്ന സ്വപ്നങ്ങളും കാണികളെ അത്ഭുതപ്പെടുത്തി. വ്യത്യസ്തനായ അല്പം ഹാസ്യഭാവം കലർന്ന പുരുഷ കഥാപാത്രമായിട്ടാണ് വെട്ടുകാരൻ കരുണൻ എത്തുന്നത്. തന്റെ അഭിനയ പാടവം കൊണ്ട് കാഴ്ചക്കാരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത വിധം ആഴ്ന്നിറങ്ങുന്നത് കൂടാതെ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് അപ്പുണ്ണി ശശി. ശിവദാസ് പൊയിൽക്കാവ് സംവിധാനം ചെയ്തിരിക്കുന്ന ഈ നാടകത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നതും അപ്പുണ്ണി ശശിയാണ്. നാടകത്തിന്റെ അണിയറ ശില്പികളിൽ നിധീഷ് പൂക്കാടും പ്രകാശൻ തിരുവങ്ങൂരും ഉൾപ്പെടുന്നു. ഇന്ത്യൻ റുപ്പി എന്ന സിനിമയിലൂടെ മലയാള സിനിമാ ലോകത്തിൽ മേൽവിലാസമുണ്ടാക്കിയ അപ്പുണ്ണി ശശിയുടെ ഏകാംഗ പ്രകടനമാണ് നാടകത്തിന്റെ മികവ്. TCV ന്യൂസ്, എരുമപ്പെട്ടി. UDF ഗുരുവായൂർ നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസ് സംഗമം DCC സെക്രട്ടറി CB ഗീത ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഹസീന താജുദ്ദീൻ അധ്യക്ഷയായിരുന്നു. ജോയ്സി ടീച്ചർ, ബീന രവിശങ്കർ, ലൈല മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപന്റെ വിജയത്തിനായി നാട്ടിക നിയോജക മണ്ഡലം മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ കൺവെൻഷൻ നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലീലാമ തോമസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മഹിളാ കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR സന്ധ്യ അധ്യക്ഷയായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, ഗൗരി ബാബു മോഹൻദാസ്, നാഷിദ റഷീദ് തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി പാർലമെന്റ് LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ 3ാം ഘട്ട കയ്പമംഗലം നിയോജക മണ്ഡലം പര്യടനം എടത്തിരുത്തിയിൽ നിന്നും ആരംഭിച്ച് അഴീക്കോട് സമാപിച്ചു. കൊല്ലാറ സെന്റർ, ചാമക്കാല, ചെന്ത്രാപ്പിന്നി, കോഴിത്തുമ്പ്, കയ്പമംഗലം ഈസ്റ്റ്, ഐരൂർ, ദേവമംഗലം, കയ്പമംഗലം വെസ്റ്റ്, പെരിഞ്ഞനം, ഓണപ്പറമ്പ്, കുറ്റിലക്കടവ്, മതിലകം, കഴുവിലങ്ങ്, ഊമന്തറ, പൊക്ലായി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി. ET ടൈസൺ MLA, PK ചന്ദ്രശേഖരൻ, PM അഹമ്മദ് എന്നിവർ ഇന്നസെന്റിനെ അനുഗമിച്ചു. ആലത്തൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജു എരുമപ്പെട്ടിയിൽ പര്യടനം നടത്തി. മങ്ങാട്, ചിറ്റണ്ട, കുണ്ടന്നൂർ, നെല്ലുവായ്, ശങ്കരൻകാവ് പ്രദേശങ്ങളിലാണ് ബിജുവിന് സ്വീകരണമൊരുക്കിയത്. LDF നിയോജക മണ്ഡലം കൺവീനർ TK വാസു, ഏരിയ സെക്രട്ടറി MN സത്യൻ, KM അഷ്റഫ്, MS സിദ്ധൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പുതുക്കാട് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ പര്യടനം നടത്തി. വടക്കേത്തുറവ്, തെക്കേത്തുറവ്, കാഞ്ഞൂപ്പാടം, ശാന്തിനഗർ, മാട്ടുമല, എടത്തൂട്ടുപാടം എന്നിവിടങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. മുൻമന്ത്രി KP വിശ്വനാഥൻ, മുൻ MLA MP വിൻസെന്റ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KM ബാബുരാജ്, DCC സെക്രട്ടറി സെബി കൊടിയൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിയെന്ന CPI ദേശീയ നിർവാഹക സമിതി അംഗം ആനി രാജ. തൊട്ടിപ്പാളിൽ LDF തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ.
പൗരന് അന്തസ്സോടെ ജീവിക്കാൻ ഭരണഘടന ഉറപ്പുതരുന്ന മൂല്യങ്ങളുടെ കടക്കൽ കത്തിവെച്ച നരേന്ദ്രമോദി ഭരണഘടനാ സ്ഥാപനങ്ങളെ നോക്കുകുത്തിയാക്കിയെന്ന് ആനി രാജ പറഞ്ഞു. പാർലമെന്റിനെ പ്രണമിച്ച് ഭരണം തുടങ്ങിയ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിന്റെ ഒരു ചോദ്യത്തിനു പോലും മറുപടി പറഞ്ഞിട്ടില്ല എന്നും ആനി രാജ ചൂണ്ടിക്കാട്ടി. എം കൃഷ്ണൻ അധ്യക്ഷനായി, സി സുമേഷ്, എം വി അശോകൻ, വി എസ് പ്രിൻസ് തുടങ്ങിയവർ സംസാരിച്ചു. KPMS ജില്ലാ സമ്മേളനം മാളയിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് പി സി വേലായുധൻ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി തുറവൂർ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി CA ശിവൻ, VM പുരുഷോത്തമൻ, PK സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ സമ്പൽ സമൃദ്ധമായ വിഷുവാശംസകൾ. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. വാർത്തകളിലേക്ക്. പാഴ്വസ്തുക്കളിൽ അലങ്കാര വിസ്മയം ഒരുക്കുകയാണ് പാവർട്ടി സ്വദേശി പുത്തൂർ വീട്ടിൽ ടിജോ. അല്പം കരവിരുതും ക്ഷമയും സമയവുമുണ്ടെങ്കിൽ ഉപയോഗശേഷം വലിച്ചെറിയുന്ന പലതും സുന്ദരമാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീടും പൂന്തോട്ടവുമെല്ലാം. മാലിന്യങ്ങളാൽ ശ്വാസം മുട്ടുന്ന പ്രകൃതിയെ സംരക്ഷിക്കാൻ മാലിന്യ നിർമ്മാർജ്ജനത്തിനോടൊപ്പം പുനർനിർമ്മാണത്തിലൂടെ പരിസ്ഥിതിയെ സുന്ദരിയാക്കുകയാണ് ഈ കലാകാരൻ. വാഹനങ്ങളുടെ പഴയ ടയർ, ഡിസ്പോസിബിൾ പ്ലേറ്റും ഗ്ലാസും, കുടിവെള്ള പ്ലാസ്റ്റിക് കുപ്പികൾ തുടങ്ങിയവയിലാണ് ടിജോ പ്രധാനമായും അലങ്കാര പണികൾ നടത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു 15 വർഷം മുന്നേ നമ്മളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോൾ അധികം ടയറുകൾ ഇങ്ങനെ വേസ്റ്റായിട്ട് കിടക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു നല്ല ടയർ നോക്കിയിട്ട്, കൂടുതൽ കട്ടയൊക്കെയുള്ള ടയർ നോക്കിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്ന് നമ്മളെ ചെടികൾ തോട്ടത്തിൽ ഫുള്ളായിട്ട് അത് അറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് വെച്ച് അങ്ങനെ അതിൽ നല്ല നല്ല പൂക്കളും നല്ല നല്ല ചെടി ഇതൊക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി തോന്നി. ഈ ചെടിയിൽ ടയറിൽ ചെടി വയ്ക്കുമ്പോൾ നമുക്ക് ആ ചെടിച്ചട്ടി കുറേ കാലം ലാസ്റ്റ് ചെയ്യും. ചെടികൾ നശിച്ചാലും ഒരു തലമുറയിലേറെ ചെടിച്ചട്ടികൾ നശിക്കാതിരിക്കുമെന്നതാണ് ടയർ ചെടിച്ചട്ടികളുടെ പ്രത്യേകതയെന്ന് ടിജോ പറയുന്നു. ചെറുപ്പം മുതലേ ഒഴിവു സമയങ്ങളിൽ കരകൗശല വസ്തുക്കളുടെയും അലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണത്തിൽ പ്രത്യേകം താല്പര്യം കാട്ടിയിരുന്ന ടിജോ അടുത്ത കാലത്താണ് റോഡുകളിലും പറമ്പുകളിലും മറ്റും ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ടയറുകൾ ഇങ്ങനെ ഉപയോഗപ്രദമാക്കാമെന്ന് കണ്ടെത്തിയത്. ടയറിന്റെ ഉൾഭാഗം പുറത്തേക്ക് മറിച്ച് ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് അരികുകൾ മുറിച്ചാണ് വ്യത്യസ്ത രൂപങ്ങൾ സൃഷ്ടിക്കുന്നത്. ഇങ്ങനെ അലങ്കാര ഉരുളി, ചട്ടകം, നിലവിളക്ക്, അലങ്കാര മത്സ്യങ്ങളെ വളർത്തുന്ന അക്വേറിയം, ചെടിച്ചട്ടി തുടങ്ങി നിരവധി വസ്തുക്കൾ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നും ലഭിക്കുന്നതിന് പുറമെ അകലാട്, എടക്കഴിയൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് കൂടുതൽ ടയറുകൾ ശേഖരിക്കുന്നത്. ഭാര്യ ജിഷ, മക്കളായ ബ്ലസ്മിൻ, ബ്ലസ്ന എന്നിവരും ടിജോയുടെ കൗതുക വസ്തുക്കളുടെ നിർമ്മാണത്തിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. അലങ്കാര വസ്തുക്കൾ കണ്ട് മോഹിച്ച് പലരും വരുന്നുണ്ടെങ്കിലും വിൽപ്പനയ്ക്കായി കൂടുതൽ നിർമ്മിക്കാൻ സമയക്കുറവുള്ളതായി പാവർട്ടിയിലെ മികച്ച വ്യാപാരി കൂടിയായ ടിജോ വ്യക്തമാക്കി. രാത്രി 9 മണി മുതൽ 11 മണി വരെയാണ് ഇത്തരം അലങ്കാര ജോലികൾക്കായി സമയം കണ്ടെത്തുന്നത്. ഇവരുടെ വീടിന് ചുറ്റുമുള്ള പൂന്തോട്ടവും വ്യത്യസ്തവും അപൂർവങ്ങളുമായ ഫലവൃക്ഷങ്ങളും ഇവിടെ പറുദീസയാക്കി മാറ്റിയിരിക്കുകയാണ്. TCV പാവർട്ടി. കൊടകര പുത്തൂക്കാവ് ദേവി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ആഘോഷിച്ചു. നവകം, പഞ്ചഗവ്യം എന്നീ പൂജകൾക്ക് ശേഷം ശബരിമല തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് ആദ്യ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകർന്നു. തുടർന്ന് നൂറുകണക്കിന് സ്ത്രീകൾ പൊങ്കാല സമർപ്പിച്ചു. ചടങ്ങുകൾക്ക് പുത്തൂക്കാവ് ദേവസ്വം സെക്രട്ടറി സതീശൻ തലപ്പുലത്ത്, ജനറൽ കൺവീനർ M സുനിൽകുമാർ, AK പ്രേമൻ എന്നിവർ നേതൃത്വം നൽകി. മാള ശ്രീനാരായണ ഗുരുധർമ്മ ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. ഗുരുധർമ്മ പ്രചരണ സഭ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K കൃഷ്ണാനന്ദ ബാബു പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ PK സുധീഷ് ബാബു അധ്യക്ഷനായിരുന്നു. NB സുരേഷ് ബാബു, PK സാബു, VS കർണൽ സിംഗ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്ത് BJP തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് BJP ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി TN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP മേഖലാ സെക്രട്ടറി VK മുരളി അധ്യക്ഷനായിരുന്നു. തുടർന്ന് റോഡ് ഷോ നടത്തി. TC സേതുമാധവൻ, BJP നിയോജക മണ്ഡലം പ്രസിഡന്റ് KA സുരേഷ്, യുവമോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് TV പ്രജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
INTUC നിയോജക മണ്ഡലം കൺവെൻഷൻ ചേലക്കരയിൽ നടന്നു. DCC സെക്രട്ടറി E. വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു. റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് P.K. മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. INTUC ജില്ലാ വൈസ് പ്രസിഡന്റ് TM കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി TA രാധാകൃഷ്ണൻ, T. നിർമ്മല, PM അമീർ തുടങ്ങിയവർ സംസാരിച്ചു. അഴിമാവ് കടവ് കിഴുപ്പിള്ളിക്കര റോഡ് പൊളിച്ച് നിലവാരം കൂടിയ റോഡ് നിർമ്മിക്കാനുള്ള പദ്ധതി വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ മൂലം താറുമാറായി. 3 മാസം മുൻപ് തുടങ്ങിയ നിർമ്മാണം ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല. ഇതുമൂലം പ്രദേശത്തെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. പഴുവിൽ പാലം നിർമ്മാണത്തോടനുബന്ധിച്ച് കിഴുപ്പിള്ളിക്കര വഴി വാഹനങ്ങൾ തിരിച്ചുവിട്ടതുമൂലം 3.5 കിലോമീറ്റർ പെരിങ്ങോട്ടുകര കിഴുപ്പിള്ളിക്കര റോഡ് പൂർണ്ണമായും തകർന്നിരുന്നു. അടിയന്തര പ്രാധാന്യമുള്ളതിനാൽ പൂർണ്ണമായും തകർന്ന ഈ റോഡ് പൊതുമരാമത്ത് വകുപ്പ് ഉടൻ പുനർനിർമ്മിക്കുകയായിരുന്നു. ഇതിനിടെയാണ് കേന്ദ്ര ഗ്രാമീണ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ നിന്ന് പ്രധാനമന്ത്രി ഗ്രാമീണ റോഡ് പദ്ധതി അനുവദിച്ചു കിട്ടുന്നത്. ഇതുപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് 40 ലക്ഷം രൂപ ചെലവഴിച്ച് പണിത റോഡ് ഒഴിവാക്കി കിഴുപ്പിള്ളിക്കര ഹെൽത്ത് സെന്റർ മുതൽ അഴിമാവ് കടവ് വരെയുള്ള 1.5 കിലോമീറ്റർ റോഡ് ഈ പദ്ധതിയിൽപ്പെടുത്തി പണി ആരംഭിച്ചു. നല്ല രീതിയിൽ കിടന്നിരുന്ന റോഡിന്റെ ടാറിളക്കി കൊണ്ടുപോയി. മെറ്റൽ ഇളക്കി മാറ്റി റോഡ് ലെവൽ ചെയ്ത് ആ മെറ്റൽ തന്നെ വിരിച്ച് പാറപ്പൊടി നിരത്തി. ഈ റോഡിലുള്ള പന്നിക്കുളത്തിന്റെ അരികു കെട്ടി. അതേസമയം കിഴുപ്പിള്ളിക്കര ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി നടപ്പിലാക്കുന്നതെന്നറിഞ്ഞതോടെ റോഡ് പണികൾ സ്തംഭിച്ചു. പൈപ്പ് ലൈനു വേണ്ടി കുഴിയെടുത്തപ്പോൾ ഈ മേഖലയിലെ കുടിവെള്ള പൈപ്പുകൾക്കും ടെലിഫോൺ കേബിളുകൾക്കും സാരമായ കേടുപാട് പറ്റി. പൊതുവെ ശുദ്ധജലക്ഷാമമുള്ള ഈ പ്രദേശത്ത് ജല അതോറിറ്റിയുടെ വെള്ളം എത്തിയിട്ട് 2 മാസത്തിൽ ഏറെയായി. ഞാൻ ഇവിടുത്തെ ജനപ്രതിനിധികളായിട്ടും അതുപോലെ PWD ഡിപ്പാർട്ട്മെന്റായിട്ടും ഒക്കെ ബന്ധപ്പെട്ടപ്പോൾ ആർക്കും വ്യക്തമായ ഒരു ഉത്തരം തരാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഒരാൾ പറയാ ഇത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രശ്നമാണ്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയും വാട്ടർ ഡിപ്പാർട്ട്മെന്റാണ്, വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പറയും PWDയുടെ പ്രശ്നമാണെന്ന്. ഇതിന് ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൈപ്പ് ലൈനു വേണ്ടി കുഴിയെടുത്തപ്പോൾ മണ്ണ് മെറ്റൽ നിരത്തിയ റോഡിലേക്ക് ഇട്ടെന്ന കാരണം പറഞ്ഞ് റോഡ് പണിയുടെ കരാറുകാരൻ പിന്മാറി. 4 ലക്ഷം രൂപ ഇറിഗേഷൻ വകുപ്പിനോട് നഷ്ടപരിഹാരവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കരാർ കാലാവധി മാർച്ച് 23-ന് അവസാനിച്ചു. 100 കണക്കിന് കുടുംബങ്ങളാണ് അധികൃതരുടെയും വകുപ്പുകളുടെയും ഏകോപനമില്ലായ്മയും അനാസ്ഥയും കൊണ്ട് ദുരിതം അനുഭവിക്കുന്നത്. റോഡിന്റെ പണി അടിയന്തരമായി പൂർത്തിയാക്കിയില്ലെങ്കിൽ സമരരംഗത്തിറങ്ങാൻ തയ്യാറായിരിക്കുകയാണ് നാട്ടുകാർ. ഓരോരുത്തരും ഓരോ ഉദ്യോഗസ്ഥരും ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള ഓരോ പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള എന്തെങ്കിലും ഈഗോ വെച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇവിടുത്തെ ജനങ്ങളാണ് അതിൻ്റെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ വേണ്ടപ്പെട്ട ആൾക്കാർ എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ ഒരു പഴയ അവസ്ഥയിൽ ഞങ്ങൾക്ക് ആക്കിത്തരണമെന്ന്. TCV അന്തിക്കാട്. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ നേതൃത്വത്തിൽ എഴുത്തുകാരായ മിണാലൂർ രവീന്ദ്രനാഥിന്റെയും C. സന്തോഷ് കുമാറിന്റെയും കഥാസമാഹാരങ്ങളുടെ പ്രകാശനം വടക്കാഞ്ചേരിയിൽ നടന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് വൈശാഖൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം V. മുരളി അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി CR ദാസ്, മേഖലാ പ്രസിഡന്റ് KD ബാഹുലേയൻ, ശ്രീദേവി അമ്പലപുരം, റഷീദ് പാറയ്ക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. കാട്ടൂരിൽ കുളത്തിൽ മീനുകൾ ചത്തുപൊന്തിയ നിലയിൽ. കാട്ടൂർ പോംബെ സെന്റ് മേരീസ് സ്കൂളിന് പുറകുവശത്തെ വലിയ കുളത്തിലാണ് മീനുകൾ വ്യാപകമായി ചത്തുപൊന്തിയത്. ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി സുരക്ഷയുടെ ഭാഗമായി പ്രദേശത്തെ ജലാശയങ്ങളും കിണറുകളും ക്ലോറിനേഷന് വിധേയമാക്കുകയും ചെയ്തു. ആത്മീയ ചിന്തകനും ധ്യാന ഗുരുവുമായിരുന്ന തൃശൂർ അതിരൂപതയിലെ സീനിയർ വൈദികനായ റവറന്റ് ഫാദർ റാഫേൽ ചിറ്റ്ലപ്പിള്ളി അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച ഉച്ചതിരിഞ്ഞ് മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിൽ നടക്കും. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ 6:30 മുതൽ 8 വരെ തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിലും 10 മുതൽ മുക്കാട്ടുകര സെന്റ് ജോർജ് ദേവാലയത്തിലും പൊതുദർശനത്തിന് വയ്ക്കും. കോടാലി ലൈഫ് ഗാർഡ് കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇരിങ്ങാലക്കുട നേത്ര ഐ കെയർ സെന്ററിന്റെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PC സുബ്രൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ VK സിറാജുദ്ദീൻ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ, പഞ്ചായത്ത് അംഗം സന്ധ്യ സജീവൻ, ഹക്കീം കളിപ്പറമ്പിൽ, VM സൈനുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ നിരോധനത്തിനെതിരെ ഉത്സവാഘോഷങ്ങളിലെ ആന എഴുന്നള്ളിപ്പിലെ തടസ്സങ്ങളും സംബന്ധിച്ച് ബുധനാഴ്ച വനം വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കേരള എലിഫന്റ് ഓണേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി P. ശശികുമാർ അറിയിച്ചു. ബുധനാഴ്ച നടക്കുന്ന ചർച്ചയിൽ ആന ഉടമ ഫെഡറേഷൻ, കേരള ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കും. അതേസമയം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ എഴുന്നള്ളിക്കുന്നതിനുള്ള നിരോധനം നീക്കണമെന്നാവശ്യപ്പെട്ട് ആനപ്രേമികൾ ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു.
പേരാമംഗലത്ത് നടന്ന യോഗത്തിൽ ആക്ഷൻ കമ്മിറ്റി ചെയർമാനായി കെ നാരായണൻകുട്ടിയെയും കൺവീനറായി വിജയൻ സിവിയെയും തിരഞ്ഞെടുത്തു. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സൗജന്യ വൈഫൈ സൗകര്യം ഏർപ്പെടുത്തി. റെയിൽവേ വൈഫൈയായ റെയിൽ വയർ ഉപയോഗിച്ചാണ് സൗജന്യ വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയത്. മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്ത് ലഭിക്കുന്ന OTP നമ്പർ ഉപയോഗിച്ച് യാത്രക്കാർക്ക് വൈഫൈ ഉപയോഗിക്കാം. കേരള യുക്തിവാദി സംഘത്തിന്റെയും AT കോവൂർ ട്രസ്റ്റിന്റെയും ആഭിമുഖ്യത്തിൽ മരണാനന്തര ശരീര അവയവദാതാക്കളുടെയും പ്രവർത്തകരുടെയും കുടുംബസംഗമം തൃപ്രയാറിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ സതീദേവി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ U കലാനാഥൻ അധ്യക്ഷനായിരുന്നു. അവയവദാനത്തിനായി രജിസ്റ്റർ ചെയ്തവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ജോയിന്റ് ഡയറക്ടർ C ചന്ദ്രബാബു നിർവഹിച്ചു. മെഡിക്കൽ കോളേജിലെ നേത്ര വിഭാഗം ഡോക്ടർ PM മൃദുല, കേരള യുക്തിവാദി സംഘം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് KN അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒമ്പതുങ്ങൽ ശ്രീ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രത്തിൽ കാവടി മഹോത്സവം ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി, കലശാഭിഷേകം, രുദ്രാഭിഷേകം, അലങ്കാര പൂജ, അഭിഷേകം എന്നിവ നടന്നു. തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നും കാവടികൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ഡോക്ടർ കരുമാത്ര വിജയൻ, ക്ഷേത്രം ശാന്തിമാരായ കുട്ടൻ ബാബു എന്നിവർ നേതൃത്വം നൽകി. പടിയം സംഗീത ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റിന് തിങ്കളാഴ്ച തുടക്കമാകും. കേരളത്തിലെ മികച്ച ടീമുകൾ മാറ്റുരയ്ക്കുന്ന ഫുട്ബോൾ മാമാങ്കം 14 വരെ നീണ്ടുനിൽക്കും. പടിയം കൊച്ചിപ്പാടം ഗ്രൗണ്ടിൽ രാത്രി 7 മുതലാണ് മത്സരങ്ങൾ നടക്കുക. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം CV പാപ്പച്ചൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ സംഗീത ക്ലബ്ബ് ഭാരവാഹികളായ അജയൻ കൊച്ചത്ത്, ദിനേശ് എറണാകുളത്ത്, സജിത് പുത്തൻപുരയ്ക്കൽ, സോനു വന്നേരി, റിനീഷ് ചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. അഖില കേരള വിശ്വകർമ്മ മഹാസഭ നെടുമ്പാൾ പള്ളം ശാഖയുടെ 1ാം വാർഷികവും പൊതുയോഗവും തൊട്ടിപ്പാളിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് MV ഷൺമുഖനാചാരി ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KK ശശികുമാർ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സെക്രട്ടറി AV കൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് KK വേണുഗോപാൽ, KG നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലൂർ ശിവക്ഷേത്രത്തിൽ കലശദിനാഘോഷം നടത്തി. പ്രസാദഊട്ടിൽ നിരവധി പേർ പങ്കെടുത്തു. 3 ഗജവീരന്മാർ അണിനിരന്ന പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് പെരുവനം സതീശൻ മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയേകി. കാട്ടൂർ സ്വദേശി 6 വയസ്സുകാരി ആദ്യയുടെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി വാട്സ്ആപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച തുക കൈമാറി. ആദ്യയുടെ പിതാവിന്റെ ക്ലാസ്മേറ്റുകളുടെ വാട്സ്ആപ്പ് കൂട്ടായ്മ സ്വരൂപിച്ച തുകയാണ് ആദ്യയുടെ വീട്ടിലെത്തിയ കൂട്ടായ്മയിലെ അംഗങ്ങളായ റെനി, ജസ്റ്റി എന്നിവർ ചേർന്ന് കൈമാറിയത്. പാലപ്പിള്ളി അൽ ഖാദിരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമം വരന്തരപ്പള്ളി പള്ളി വികാരി ഫാദർ ബേബി ഷെപ്പേർഡ് ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് ചെയർമാൻ മുഹമ്മദ് നിഷാദ് അൽ ഖാദിരി അധ്യക്ഷനായിരുന്നു. ഷാഫി ഫൈസി, സൈനുദ്ദീൻ, ദേവൻ തറിൽ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ ഹൈസ്കൂളിലെ 1997-98 ബാച്ച് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അധ്യാപിക P വിനോദിനി ഉദ്ഘാടനം ചെയ്തു. K നാരായണിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വിവിധ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് CS സൗമ്യ, സെക്രട്ടറി KV സോജൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായി പെരിഞ്ഞനത്ത് ഗ്രന്ഥപുര ആരംഭിച്ചു. വിവിധ വിഷയങ്ങളിലെ മികച്ച റഫറൻസ് പുസ്തകങ്ങളടക്കം 3000-ലധികം പുസ്തകങ്ങൾ ഗ്രന്ഥപുരയിലുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷണ താൽപ്പര്യമുള്ളവർക്കും വരാനും വായിക്കാനും റഫർ ചെയ്യാനുമുള്ള സൗകര്യം ഗ്രന്ഥപുരയിൽ ഒരുക്കിയിട്ടുണ്ട്. കഥാകൃത്ത് അഷ്ടമൂർത്തി ഗ്രന്ഥപുര ഉദ്ഘാടനം ചെയ്തു. KA അബ്ദുൾ റഷീദ് അധ്യക്ഷനായി. പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിൻ, CK ഗിരിജ, TK മീരാഭായ് തുടങ്ങിയവർ സംസാരിച്ചു. പൂത്തുലഞ്ഞു നിൽക്കുന്ന കണിക്കൊന്ന പോലെ വിഷുവിനെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് കുന്നംകുളം കേരള വസ്ത്രാലയം. വേനലവധി തുടങ്ങിയതോടെ കേരള വസ്ത്രാലയത്തിൽ കുടുംബസമേതം വിഷുവിന് തുണിത്തരങ്ങൾ വാങ്ങാനെത്തുന്നവരുടെ തിരക്ക് വർദ്ധിച്ചു. എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളും ഫാൻസി പട്ടുസാരികളും റണ്ണിംഗ് മെറ്റീരിയലുകളും ഫ്രോക്കുകളും ടോപ്പുകളും കുട്ടികളുടെയും മുതിർന്നവരുടെയും എല്ലാത്തരം വസ്ത്രങ്ങളും റെഡിമെയ്ഡ് ഇനങ്ങളും കണ്ണഞ്ചിപ്പിക്കുന്ന വ്യത്യസ്ത ശ്രേണികളിൽ നിന്ന് യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ കേരള വസ്ത്രാലയം ഒരുങ്ങിക്കഴിഞ്ഞു. ലാഭിച്ച ഒട്ടുമില്ലാതെ ഗുണമേന്മയുള്ള തുണിത്തരങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക്
ജനങ്ങളിൽ എത്തിക്കുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിഷുവിന്റെയും വിവാഹ സീസണിന്റെയും തിരക്ക് വർദ്ധിച്ചിരിക്കുകയാണെന്ന് കേരള വസ്ത്രാലയം ഉടമ റെജി ചെറുവത്തൂർ പറഞ്ഞു. 85 വർഷത്തെ പാരമ്പര്യമുള്ള കേരള വസ്ത്രാലയം സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ് ഇന്നും നിലകൊണ്ടിട്ടുള്ളതെന്നും തുടർന്നും അങ്ങനെ തന്നെയായിരിക്കുമെന്നും റെജി ചെറുവത്തൂർ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൂടൽമാണിക്യം പഴയ ട്രഷറി കെട്ടിടത്തിലെ കോടതിയിലെ തൊണ്ടി മുതൽ സൂക്ഷിച്ച റൂമിന്റെ പൂട്ട് പൊളിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത തുടരുന്നു. ഡോഗ് സ്ക്വാഡും വിരൽ അടയാള വിദഗ്ധരും പരിശോധന നടത്തി. വലിയ നോമ്പിനോടനുബന്ധിച്ചുള്ള പാലയൂർ മഹാതീർത്ഥാടനത്തിൽ അണിചേർന്ന വിശ്വാസ സഹസ്രങ്ങൾ. മതേതരത്വമുള്ള രാജ്യമാണ് ഇന്ത്യയെന്ന് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഭക്തി ലഹരിയുടെ ചെമ്പട്ടണിഞ്ഞ് ശ്രീ കുരുമ്പക്കാവ്. രൗദ്രഭാവങ്ങളുമായി ഉറഞ്ഞെത്തിയ കോമരങ്ങൾ കാവുതീരി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.